പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളിൽ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് യുഎസിലുള്ള വിദേശികൾ. ഓരോ ദിവസവും അവതരിപ്പിക്കുന്ന പുതിയ നിയമങ്ങൾ പല വിദേശികൾക്കും തിരിച്ചടി നൽകാറുണ്ട്. നിയമപരമായ വിസയിൽ യുഎസിലേക്ക് പോയ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഒരുപോലെ പണി കിട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ യുഎസിലുള്ളത്. താരിഫ് നടപടികൾ അവതരിപ്പിക്കുമ്പോഴും കുടിയേറ്റ നിയമങ്ങളും അനധികൃത താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികളും ട്രംപ് മറന്നിട്ടില്ല. നിലവിൽ ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയമങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, ഗ്രീൻ കാർഡ് ഉടമകൾ, വിദേശ തൊഴിലാളികൾ എന്നിവരെയാണ്. വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കലുകൾ, രാജ്യത്ത് തുടരുന്നതിനുള്ള അവസരങ്ങൾ നിയമപരമായ കാരണങ്ങൾ കാണിച്ച് നിരസിക്കുക, ഗ്രീൻ കാർഡ് ഉടമകളോട് അവരുടെ കുടിയേറ്റ അവകാശങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുക എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് ഭരണകൂടം അടിച്ചമർത്തലുകൾ തുടങ്ങിയ സാഹചര്യത്തിൽ വിദേശ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും യുഎസിൽ തുടരാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിദേശ തൊഴിലാളികൾക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുമുള്ള മുന്നറിയിപ്പുകൾ നൽകി വിദഗ്ധർ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കൻ വിസകൾ ഒരു പ്രിവിലേജ് ആണെന്നും ആർക്കൊക്കെ അമേരിക്കയിലേക്ക് വരാൻ പാടില്ല എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ യുഎസ് നിയമം ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബി പറഞ്ഞു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിസ അപേക്ഷകരിൽ ഓരോരുത്തർക്കും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കോൺസുലാർ ഓഫീസർമാർ ഓരോ വർഷവും ഈ നിയമങ്ങൾ ബാധകമാക്കാറുണ്ട്. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം തീവ്രവാദ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തെ പ്രേരിപ്പിക്കുകയോ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോ ആയ വിദേശികൾ യുഎസ് വിസയ്ക്ക് യോഗ്യരല്ല. അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടാൽ വിസ റദ്ദാക്കലുകൾ വരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കുന്ന വിദേശികൾ കഴിവതും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ബോധപൂർവം മാറി നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളും തൊഴിലാളികളും ഗ്രീൻ കാർഡ് ഉടമയുമായ വിദേശികൾ മദ്യപിച്ച് വാഹനമോടിക്കുകയോ നിയമവിരുദ്ധമായ ജോലികൾ ചെയ്യുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാലും ഇതുതന്നെയായിരിക്കും മന്ത്രാലയം ചെയ്യുന്നത്. അതുപോലെ തന്നെ വിദേശികൾ അവർക്ക് അനുവദിച്ച സമയങ്ങളിൽ മാത്രം ജോലി ചെയ്യുക. കാരണം വിദേശികളെ കേന്ദ്രീകരിച്ച് നിരവധി പരിശോധനകൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതുപോലെ യുഎസിൽ പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദു ചെയ്യുന്നുണ്ട്. കൂടാതെ അവരോട് താമസ സ്ഥലം വിട്ടു പോകാനും നിർദ്ദേശിക്കുന്നുണ്ട്. ഇതനുസരിക്കാതെ രാജ്യത്ത് തുടരുന്നവരെ നാടുകടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ രാജ്യത്ത് ഇത്തരത്തിലൊരു നടപടികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ ഭരണകൂടം വിസ റദ്ദാക്കലുകൾ നടപടികൾ മണിക്കൂറിനുള്ളിൽ തന്നെ എടുക്കുന്നുണ്ട്. നിലവിൽ വിസകൾ റദ്ദാക്കുന്നതിന് മുൻപ് ഇമിഗ്രേഷൻ അധികാരികൾ സർവകലാശാലകളെ അറിയിക്കുന്നില്ല. പക്ഷേ ഇവരുടെ സിവിൽ സിസ്റ്റത്തിൽ നിന്ന് രേഖകൾ നീക്കം ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കുടിയേറ്റക്കാരല്ലാത്ത വിദ്യാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനായുള്ള ഒരു വെബ്സൈറ്റ് ആണ് സിവിസ്. എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് വിസ റദ്ദാക്കലിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ മനസ്സിലാക്കണം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി സിവിസ് സിസ്റ്റം പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും വേണം. വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കപ്പെട്ടാൽ ഇമെയിൽ വഴി മന്ത്രാലയം അവരെ അറിയിക്കും. മദ്യപിച്ച് വാഹനമോടിക്കുന്നത് ഉൾപ്പെടെയുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾ വന്നാലും വിസ റദ്ദാക്കലുകൾ തന്നെ ഉണ്ടായിരിക്കും. F1 വിസകൾ നിരസിക്കുന്നത് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ യുഎസ് വിദ്യാർത്ഥി വിസ റിജക്ഷൻ 10 വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന നിലയിലെത്തി. 41% അപേക്ഷകളാണ് നിരസിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദേശികൾ എല്ലാ രേഖകളും കൃത്യമായി കാണിക്കണം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തരം 3 വർഷം വരെ രാജ്യത്ത് തുടരാൻ അനുവദിക്കുന്ന ഓപ്ഷണൽ പ്രാക്ടീസ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷണൽ കരിക്കുലർ പ്രാക്ടീസ് ട്രെയിനിങ് പോലുള്ള പ്രോഗ്രാമുകൾ കാരണം ബിരുദാനന്തരം വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുഎസിലേക്ക് വരാൻ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്നു. F1, H1B വിസകളും നിർത്തലാക്കുമെന്ന് ഭരണകൂടം പറയുന്നുണ്ട്. F1, H1B വിസകൾ തമ്മിൽ കാര്യമായ ബന്ധങ്ങളുണ്ട്. യുഎസിൽ പഠിക്കാൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് F1 വിസയ്ക്ക് അപേക്ഷിക്കണം. പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ യുഎസ് കമ്പനികളിൽ ജോലി ചെയ്യുന്നതിന് അവർ H1B വിസയിലേക്ക് മാറണം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായ മുൻകരുതലുകൾ എടുക്കണം. H1B വിസ തൊഴിലാളികൾ, അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ, ഗ്രീൻ കാർഡ് ഉടമകൾ എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ യുഎസ് ഇമിഗ്രേഷൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശൈത്യകാല മാസങ്ങളിൽ യുഎസിൽ ചെലവഴിക്കാതെ ഇന്ത്യയിൽ ചെലവഴിക്കുന്ന പ്രായമായ ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഉടമകളുടെ വിസകളിലും യുഎസ് ഉദ്യോഗസ്ഥർ ലക്ഷ്യം വെക്കുന്നുണ്ട്. നിലവിൽ അമേരിക്കയിൽ താമസിക്കുന്നവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും മുൻകരുതലുകൾ എടുക്കണം.
പോസ്റ്റുകൾ പങ്കുവെക്കുമ്പോൾ US മന്ത്രാലയത്തിന് എതിരായി ഒന്നും കൊടുക്കാൻ പാടില്ല. ആയിരക്കണക്കിന് കുടിയേറ്റക്കാർക്ക് അവരുടെ വിസ, ഗ്രീൻ കാർഡ് അപേക്ഷകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിച്ചിട്ടുള്ള ഓഫീസ് ഓഫ് ദി സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് ഓംബുഡ്സ്മാൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നിവരിൽ നിന്നുള്ള ജീവനക്കാരെ അഡ്മിനിസ്ട്രേറ്റീവ് ലീവിൽ പ്രവേശിച്ചതിന്റെ ഫലമായി ഇത് അടച്ചുപൂട്ടുകയുണ്ടായി. ഇതും വിദേശികൾക്ക് തിരിച്ചടിയായി. US താമസിക്കുന്ന വിദേശികൾ കഴിവതും സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ.